ലൈറ്റും ഫോഗും വന്ന് ഈ ഫോട്ടോഷൂട്ട് മാജിക്കലാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കഥ പറയട്ടെ. ഞാൻ ചെയ്തു ലാൻഡ്സ്കേപ്പ് ആൻഡ് വെഡിങ് ഫോട്ടോഗ്രാഫറാണ്. ഇത് നമ്മൾ ഷിംലയിൽ കഴിഞ്ഞ മാസം എടുത്തൊരു പ്രീ വെഡിങ് ഷൂട്ടായിരുന്നു. ഡൽഹിയിലത്തെ ഒരു കപ്പിളായിരുന്നു. ദിവസം നൈറ്റ് എത്തി. ഗോൾഫ് കോഴ്സാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തത്. ഏർലി മോർണിംഗ് എത്തി, ഒരു 6:30 ആകുമ്പോഴേക്ക് എത്തി. ഷൂട്ട് ചെയ്ത് തുടങ്ങി. നല്ല ലൈറ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ താഴേക്ക് നോർമൽ കുറച്ച് നല്ല ഷോട്ട്സ് ഒക്കെ കിട്ടി, കുഴപ്പമുണ്ടായില്ല. കപ്പിളിനെ അത് കാണിച്ചെടുത്തപ്പോൾ അവർ ഹാപ്പി ആയിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടായില്ല. കാരണം വെച്ചാൽ ഷിംലയിലൊക്കെ വന്നിട്ട് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കണല്ലോ. ചെറിയൊരു കുന്നാണ്, ആ കുന്നിൻ്റെ മേലേക്ക് നടന്നു തുടങ്ങി. അപ്പോൾ 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. നമ്മൾ പതുക്കെ നടന്ന് കയറി. കപ്പിൾ പാവങ്ങൾ വയ്യാണ്ടായി രാവിലെ തന്നെ ഭക്ഷണം കഴിക്കാണ്ട് നടന്നിട്ട് കേട്ടോ. പക്ഷേ നമുക്ക് ഫോട്ടോ നല്ലത് കിട്ടുന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൺവിൻസ് ചെയ്ത് നമ്മൾ മേലെ എത്തിച്ചു. അപ്പോൾ ആ സമയത്ത് കറക്റ്റ് ഫോഗ് അങ്ങോട്ട് അടിച്ച് കയറി. ഇപ്പോൾ മൊത്തം സീൻ അങ്ങോട്ട് മാറി. നല്ല രസമായി, നല്ല ഡ്രീമി ഫീലായി. കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടി. പോസിങ് ചെയ്യേണ്ടത് നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ ഞങ്ങൾ ഡാൻസ് കളിക്കുക എന്താണ് ചെയ്തോളാം പറഞ്ഞു. അവരുടെ രീതിയിലുള്ള കുറച്ച് പോസൊക്കെ തന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ കാൻഡിഡായിട്ട് കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്തിട്ടോ. പെട്ടെന്ന് സൈഡിൽ കൂടെ ലൈറ്റ് അടിച്ചു. അപ്പം ലൈറ്റും ഫോഗും കൂടി മിക്സ് ആയിട്ട് ഭയങ്കര റേസൊക്കെ വന്നിട്ട് ഭയങ്കര രസമായിരുന്നു. വേഗം കപ്പിളിന് ഓടി അവിടെ കൊണ്ട് നിർത്തി. 2 മരത്തിൻ്റെ അവിടെ കൊണ്ട് നിർത്തി. അപ്പോൾ അവിടെ നിന്ന് ബാക്കിൽ നിന്ന് ലൈറ്റ് ഇങ്ങനെ അടിച്ച് കയറണം കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തു. അപ്പോൾ എൻ്റെ ലൈറ്റ് 50 ആയിരുന്നു. 50 കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ 24 മാറി. 24 കുറച്ച് വൈഡ് ഷോട്ട്സ് ഒക്കെ എടുത്തു. നമ്മളൊരു 2-3 മിനിറ്റ് ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴേക്കും ലൈറ്റ് പോയി. അവിടുത്തെ അറ്റ്മോസ്ഫിയർ മാറി. പിന്നെ ഫോഗൊക്കെ പോയി. പിന്നെ നോർമൽ ഷോട്ട്സ് വീണ്ടും കിട്ടി. പിന്നെ വീണ്ടും ഫോഗ് വന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ മാറിയിട്ട് വേറെ സ്ഥലത്ത് പോയി. താഴെ കാട് നടന്നു. അപ്പോൾ കാടിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഇറക്കി എടുത്ത്. ഇപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോ എടുത്തോണ്ട് ഇപ്പോൾ വീണ്ടും ഫോഗ് വന്നു. വീണ്ടും കുറച്ച് നല്ല ഡ്രീമി ഷോട്ട്സ് കിട്ടി. അപ്പം അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പം നമ്മളൊരു പ്രീ വെഡിങ് ഷൂട്ട് പ്ലാൻ ചെയ്യുമ്പോൾ അവിടുത്തെ വെതറും കൂടി കൺസിഡർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഷിംലയിലത്തെ ഈ ഫോട്ടോ കണ്ടിട്ട് നിങ്ങളിപ്പോൾ നെക്സ്റ്റ് ഒരു സമ്മറിൽ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഫോഗ് ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ അവിടുത്തെ വെതറും അവിടുത്തെ അന്നത്തെ ക്ലൈമറ്റൊക്കെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും കുറേ ആൾക്കാർ ഇങ്ങനെ ഒരു സ്ഥലത്തെ ഫോട്ടോസ് കണ്ട് ഇതുപോലത്തെ ഫോട്ടോസ് എടുത്തൊരു ചോദിക്കാറുണ്ട്. പക്ഷേ ആ സമയത്തെ ലൈറ്റും ആ സമയത്തെ വെതറും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് അവർക്ക് ആ ഫോട്ടോ കിട്ടുന്നുണ്ടോ. നിങ്ങളെല്ലാവരും അത് മനസ്സിൽ വെച്ചേക്കുക. പിന്നെ ഏർലി മോർണിംഗ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ഈവനിങ് ലൈറ്റും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ഏർലി മോർണിംഗ് ഭയങ്കര ഡ്രീമി ആയിരിക്കും. ഫോഗൊക്കെ വന്നിട്ട് നൈസായിരിക്കും. നമ്മുടെ 6 മണിക്കാണ് സൺറൈസ് എന്ന് വെച്ചാൽ നിങ്ങളൊരു 5:45 5:30 അവിടെ 5:45 എത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഷോട്ട്സ് ഒക്കെ കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നല്ല ഷൂട്ട് ചെയ്യാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് ഈ ഒരു ഈവനിങ് 3 മണിക്ക് ശേഷമുള്ള ലൈറ്റാണ്. ഔട്ട്ഡോർ കേട്ടോ. ഔട്ട്ഡോർ നല്ല ലൈറ്റ് വരുന്നത് 3 മണിക്കൊക്കെ ശേഷമാണ്. അപ്പോൾ ആ സമയത്ത് ഷൂട്ട് ചെയ്യാം. ഉച്ചയ്ക്ക് എടുക്കണ ഔട്ട്ഡോർ ഷോട്ട്സ് എൻ്റെ അഭിപ്രായത്തിൽ വലിയ രസം ഉണ്ടാവില്ല. എനിക്കിഷ്ടമല്ല ആക്ച്വലി ഔട്ട്ഡോർ അങ്ങനെ എടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നല്ല ഷെയ്ഡിലൊക്കെ കൊണ്ട് എടുക്കണം. നമുക്ക് ലൈറ്റ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നല്ല ഈവനിങ് ലൈറ്റ് അല്ലെങ്കിൽ നല്ല മോർണിംഗ് ലൈറ്റിൽ ഷൂട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ പ്രീ വെഡിങ് ഒക്കെ പ്ലാൻ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ടൈമിങ്ങിൽ പ്ലാൻ ചെയ്തോളൂ കേട്ടോ. പിന്നെ ഈ ഫോട്ടോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് BTS ഉണ്ടാവും. അതിനൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അതൊക്കെ എഡിറ്റ് ചെയ്തത് നമ്മുടെ ലൈറ്റ് റൂം മൊബൈൽ വെച്ചിട്ടാണ് കേട്ടോ. വലിയ സംഭവം എഡിറ്റൊന്നും ചെയ്തിട്ടില്ല. സിമ്പിൾ കളർ കറക്ഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.